ഇത് അത്തത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം നമ്മളൊന്ന് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ അന്ന് എനിക്ക് വേറൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ലേറ്റായി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറയത്താണ് കേട്ടോ പൂക്കളം ഇടണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലിടാനാണ് കേട്ടോ എനിക്കിഷ്ടം. മണ്ണിൽ കുഞ്ഞിത്താറയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഇടണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ചാണകമൊന്നും കിട്ടാനൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു പണിക്ക് ഞാൻ നിന്നില്ല. പിന്നെ ആ തട്ടുണ്ടാക്കാനുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അകത്തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇറയത്തെറിഞ്ഞ ആ ഒരു ഭംഗിയും നിലത്തെറിഞ്ഞ ഭംഗിയും രണ്ടാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കൾ ഇടാതിരിക്കുകയാണ്. പൂക്കൾ ഞാൻ തലേദിവസം തന്നെ പോയി വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ അധികം പൂക്കളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പോയി വാങ്ങി. കിറ്റിന് 100 രൂപ എങ്ങടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിലും ഇത്തിരി പൂക്കളുള്ളൂ. അത് 2 ദിവസം ഇടാനുള്ള പൂക്കളേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കണ്ണനെ കുറേ വിളിച്ചു. കണ്ണൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ശരി പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ട് കണ്ണനങ്ങനെ കാണിച്ചു കൊടുക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെ കേട്ടോ ഓർമ്മ വരിക. കാരണം അത്തമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ പൂവൊക്കെ വാങ്ങിയിട്ടൊക്കെ വരും കേട്ടോ. പക്ഷേ അച്ഛനില്ലാത്ത 2ാമത്തെ ഓണമാണ്. ഞാൻ എവിടെയും അങ്ങനെ ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. അച്ഛൻ എന്ത് പറ്റിയെന്നൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. എനിക്കിഷ്ടമല്ല അങ്ങനെ പറയാം. പക്ഷേ ഈ പൂക്കളിടുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അച്ഛനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്. നമ്മുടെ ഭവ്യ ചേച്ചി ഒരു കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതിന് പോകണം. അങ്ങനെ ഞാൻ കണ്ണൻ ഉറങ്ങുന്നിടത്തേക്ക് പോയി. ഉറക്കം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നുള്ളിപ്പറക്കാനൊക്കെ തോന്നും ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ഇനിയോ പോണല്ലോ പരിപാടിക്ക് എന്തിടും ഏതിടും എന്നൊക്കെ എന്ന ആലോചനയിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ കണ്ണനെ എണീറ്റു. അപ്പോൾ അവനെ പൂക്കളം കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ടൻറ് ക്രിയേറ്റർ മീറ്റപ്പിൻ്റെ വീഡിയോ കുറേ പേരൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. പതുക്കെ ഇടാം. അപ്പോൾ കണ്ണൻ്റെ എക്സ്പ്രഷൻ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇതാരട്ടെ എന്തിനായിട്ടെ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.